ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നന്മയുടെ കേദാരമായ ഈശോയെ, അങ്ങാകുന്ന നന്മ ആസ്വദിക്കാനും അങ്ങയോട് ചേർന്ന് നിന്ന് അനേകം ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഈ തിരുവചന ധ്യാനത്തിൽ നന്മ ചെയ്ത് കടന്നു പോകുന്ന ഈശോയെ ധ്യാനിച്ച് ഞങ്ങളും നന്മയുടെ വക്താക്കളായി തീരാൻ, ഞങ്ങളിലും നന്മ സംഭവിക്കാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 11, 38 മുതലുള്ള തിരുവചനങ്ങൾ. യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിന്മേലൊരു കല്ലും വെച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവ്, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും. ഇത് 4-ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്തു മാറ്റി. യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടെ നിന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. വിശാൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഒരു നല്ല പരസ്യവാചകം ഇപ്രകാരമാണ്: നല്ലതിനായി വിശക്കൂ എന്നാണ് ആ പരസ്യത്തിൻ്റെ വാചകത്തിൻ്റെ ഒരു ക്യാപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ആ വാചകത്തിന് തന്നെ എന്തോ ഒരു അട്രാക്ഷൻ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. വാചകം പറയുന്നത് ഇങ്ങനെയാണ്: നല്ലതിന് വേണ്ടി വിശക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. അപ്പോൾ ഈ ഒരു വാചകം ഇങ്ങനെ, ഈ ഒരു പരസ്യവാചകം ഇങ്ങനെ കണ്ട് ഒന്ന് കുറച്ച് നേരം മിഴികൂട്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാനിങ്ങനെ എന്നോട് തന്നെ ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയാണ്: ഞാൻ ശരിക്കും നല്ലതിനായിട്ട് വിശക്കുന്ന ഒരു പുരോഹിതനാണോ? എൻ്റെ അഭിവാഞ്ചകളും എൻ്റെ പ്രവർത്തന ശൈലികളും ഒക്കെ നന്മയിലേക്കാണോ ചാഞ്ഞു നിൽക്കുന്നത് എന്നൊരു ചോദ്യം ഇങ്ങനെ ചോദിക്കുക. പിന്നെ നമ്മൾ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെക്കുറിച്ച് കാണുന്ന ഈശോയുടെ ഏറ്റവും വലിയ നല്ല ക്വാളിറ്റി ആയിട്ട് കാണുന്നത് എങ്ങനെയാണ്? അവൻ നന്മ ചെയ്ത് കടന്നു പോവുകയും നന്മയിലേക്കായിരുന്നു അവൻ്റെ ചായ്വുകളെല്ലാം എന്നാണ് പറയുന്നത്. ഏത് അത്ഭുതം ചെയ്യുമ്പോഴും അവനിങ്ങനെ ഒരു നന്മ ലക്ഷ്യം വെച്ചിട്ടുള്ള അത്ഭുതങ്ങളെ അവൻ ചെയ്തിട്ടുള്ളൂ. മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുന്ന രീതിയിലുള്ള അത്ഭുതങ്ങൾ ചെയ്ത ഒരേ ഒരു വിശുദ്ധമായ ജീവിതം നയിച്ച മനുഷ്യൻ്റെ പേരാണ് ക്രിസ്തു എന്നുള്ളത്. ഒരു കുഞ്ഞ് സംഭവം എടുത്താലും വലിയ സംഭവം എടുത്താലും ആ സംഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലം നിൽക്കുന്നത്, അതല്ലെങ്കിൽ അതിൻ്റെ ത്രെഡ് എന്ന് പറയുന്നത്, അത് മൊറാലിറ്റിയിൽ പറയുന്ന ഡു ഗുഡ് എന്ന് പറയുന്ന അവസ്ഥ മാത്രമാണ്. എന്താണ് മൊറാലിറ്റി എന്ന വാക്കിനെ പെട്ടെന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും പറ്റുന്ന ഒരു കാര്യം എങ്ങനെയാണ്: ഡു ഗുഡ്, അവോയ്ഡ് ഈവിൾ. തിന്മ മാറ്റിക്കളയുക, നന്മ ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന ടോട്ടൽ മൊറാലിറ്റിയുടെ ബേസ്. ഇപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ലൈഫിനെ അങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് കൂലങ്കഷമായിട്ട് പഠിച്ചാൽ, ഒരു അക്ഷരാർത്ഥത്തിൽ പഠിച്ചാൽ, ഒന്ന് അകലെ നിന്ന് പഠിച്ചാൽ ഒക്കെ മനസ്സിലാവുന്ന, ഏത് നിലയിൽ നോക്കുമ്പോഴും കാണുന്നത് അവൻ ചെയ്യുന്ന നന്മ പ്രവൃത്തികളുടെ സമൃദ്ധിയായിരുന്നു. ഈ നല്ലതിനായിട്ട് വിശക്കുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ വിശന്ന ഒരു മനുഷ്യനെ പരിചയപ്പെടുത്താനായിട്ട് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഏകനാമം യേശു എന്ന് മാത്രമായിരിക്കും. വെറുതെ ഒന്ന് ആലോചിച്ചാൽ നല്ലതാ, മരണത്തിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ പോലും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വേദന അനുഭവിക്കണം, അല്ലെങ്കിൽ വളരെയധികം ടെൻഷനായിട്ടും, അല്ലെങ്കിൽ ജീവിതം തന്നെ മടുത്തു പോണ സമയം എന്നൊക്കെ പറയുന്നതാണ് ഒരുവനിങ്ങനെ കൊലക്കയറിൻ്റെ മുമ്പിലേക്ക് പോവുക. ആ സിറ്റുവേഷനിൽ നന്മ ചെയ്യാനുള്ള മൈൻഡ് പോയിട്ട് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ബ്ലാങ്ക് ചെക്ക് പോലെ നിൽക്കുന്ന ഒരു സമയത്താണ് ഈശോയുടെ പശ്ചാത്തലം. അപ്പോൾ ആ സമയത്ത് ഇവനെ പിടിക്കാൻ വരുന്നത് തിന്മയുടെ പാർട്ടികളാണ് പിടിക്കാൻ വരുന്നത്. ആ രാത്രി വന്ന് ഇവനെ ഇങ്ങനെ തിന്മയുടെ ശക്തികളെന്ന് പറയുന്ന രീതിയിൽ വന്ന് ഇവനെ കയ്യാമം വെച്ച് കൊണ്ടുപോകുന്ന രീതിയിൽ നിൽക്കുന്ന സമയത്താണ് അവൻ ആ സമയത്തും അത്ഭുതം ചെയ്യുക, അതായത് നന്മ ചെയ്യുക. ചെയ്യുന്ന നന്മ എന്താ? ഈശോയുടെ ശിഷ്യനായ പത്രോസ്ലീഹ ഇങ്ങനെ ഒരു താക്കീത് കൊടുക്കുന്ന രീതിയിൽ ചെവിട് കണ്ടിച്ച് കളയല്ലേ. അതിങ്ങനെ കളഞ്ഞു കഴിയുമ്പോൾ ഈശോയ്ക്ക് വേണമെങ്കിൽ ആ സമയത്ത് നന്മ ചെയ്യേണ്ട ഒരു കാര്യമില്ല.
അറ്റ് ദ ഡേഞ്ചർ ഓഫ് ഡെത്താ, അതായത് എന്ന് പറയുക മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈശോയ്ക്ക് അത് ശ്രദ്ധിക്കാതെ വേണമെങ്കിൽ പോകായിരുന്നു. പക്ഷേ ഈശോ ചെയ്യണത് ആ സമയത്തും വിപ്ലവാത്മകമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവനിങ്ങനെ പതുക്കെ പോയിട്ട് ആ വീണ് കിടക്കുന്ന ചെവി എടുത്ത് അവൻ്റെ ചെവിയോട് ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചിട്ട് അവൻ നന്മ ചെയ്ത് കടന്നു പോവുക. ലാസ്റ്റ് മൊമെൻറ്റിൽ അന്ധനായിട്ടുള്ള ആ ഒറ്റക്കണ്ണുള്ള മനുഷ്യന് പോലും കാഴ്ച കിട്ടുന്നു. അവനെ തള്ളി പറഞ്ഞ ആ മനുഷ്യന് പോലും വിശ്വാസത്തിൻ്റെ നിറവ് കൊടുക്കണു. അത്ഭുതങ്ങളുടെ പെരുമഴക്കാലം തീർത്ത് കടന്നു പോകുന്ന മിശിഹായി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവനെ നന്മ ചെയ്ത് കടന്നു പോകുന്ന മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. ഗുരുക്കന്മാർ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല പാഠമെന്ന് പറയുന്നത് നന്മ ചെയ്യാൻ തന്നെയാണ്. ഏത് ഗുരുവിനെ എടുത്തോ, അത് സെൻ ഗുരു ആവട്ടെ, ബുദ്ധിസ്റ്റ് ഗുരു ആവട്ടെ, അതല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഗുരുകുല സിസ്റ്റത്തിലുള്ള ഗുരുക്കന്മാരാവട്ടെ, ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്മ ചെയ്യേ എന്നുള്ളതാണ്. ആ ഒരു കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരെ ഇങ്ങനെ നന്മയുള്ള മക്കളാക്കി മാറ്റുന്നത്. ഗുരുകുല വിദ്യാഭ്യാസം നടക്കുന്ന സമയത്ത് അവരവരുടെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനി ലാസ്റ്റ് ഒരു ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റിലും കൂടി വിജയിച്ചവർക്കാണ് ശരിക്കുള്ള ശിഷ്യനായിട്ട് തീരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗുരു ഇങ്ങനെ ഇവരെ അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇവരുടെ ആ പ്രാഥമിക കോഴ്സൊക്കെ തീർന്നു, ലാസ്റ്റ് എക്സാമിന് നിൽക്കുക. അപ്പോൾ ലാസ്റ്റ് എക്സാം എന്നാന്ന് ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഈ ശിഷ്യന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് എക്സാം ഉണ്ടായിരിക്കുന്നു മാത്രം പറയാം. അപ്പോൾ ഒരു ദിവസം ഗുരു ഇവരിങ്ങനെ ഒരു സ്ഥലത്തേക്ക് വിളിച്ച് കൊണ്ടുപോവാണ്. അതായത് വേഗം വരണം, അവിടെ വെച്ചിട്ടൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഈ ശിഷ്യന്മാരിങ്ങനെ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ഇങ്ങനെ കുറേ മുള്ളുകൾ ഇങ്ങനെ വെതറിക്കിടക്കണത് അല്ലെങ്കിൽ ആകെ ചെതറിക്കിടക്കണത് ഇങ്ങനെ കാണാം. അപ്പോൾ ഈ ശിഷ്യന്മാരിൽ പലരും ഇങ്ങനെ ഈ മുള്ളുകളെ ശപിച്ചും ആ മുള്ളുകളേക്ക് ഇങ്ങനെ ഒന്നുമില്ലാത്ത രീതിയിൽ അവിടെ നിന്ന് അതിനൊക്കെ ഇങ്ങനെ മാറ്റിമറിക്കാതെ അവരിങ്ങനെ ഓടി അവിടേക്ക് ചെല്ലുക. അതിലൊരു ശിഷ്യൻ മാത്രം എന്ത് ചെയ്യുക, അവനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലേക്ക് തോന്നി, ഇങ്ങനെ ഈ മുള്ളുകൾ കിടന്നാൽ ശരിയല്ല, ഇനി വരുന്നവർക്ക് അത് പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ശിഷ്യൻ ചെയ്യണത് എന്താ, അവിടെ കിടക്കുന്ന എല്ലാ മുള്ളുകളും അവിടെ കിടക്കുന്ന കമ്പിവേലികൾ പോലെയുള്ള സാധനങ്ങൾ ഓരോന്നെടുത്ത് കളയാം. ചെല്ലാൻ പറയുന്ന സമയത്ത്, എത്താൻ പറഞ്ഞ സമയത്ത് ഈ ശിഷ്യൻ മാത്രം എത്തിയിട്ടില്ല, ബാക്കി എല്ലാവരും ഓടി ചെല്ലുന്നുണ്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഗുരു ഈ പറയുന്ന ഈ ശിഷ്യൻ ചെയ്തുകൊണ്ടിരിക്കണ ആ കമ്പുകളും ഇതുപോലെയുള്ള മുള്ളുകളും ഒക്കെ ഇങ്ങനെ വലിച്ച് നീക്കി ഒതുക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഗുരു ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗുരുവിനെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന സമയത്ത് ശിഷ്യൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗുരു പറയും, അവസാനത്തെ ടെസ്റ്റ് ഇതായിരുന്നു. ചോദിച്ചു, ഏത് ടെസ്റ്റ്? ഏത് ടെസ്റ്റായിരുന്നു? ആ 10 പേരും ഓടിപ്പോയില്ലേ? 10 പേരിൽ 9 പേരും ഓടിപ്പോയില്ലേ? നീ മാത്രം ഈ കണ്ട മുള്ളും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി മറ്റുള്ളവർക്ക് നന്മയ്ക്കുള്ളൊരു മനസ്സ് ഉള്ളതായിട്ട് തന്നെ നീയാണ് എൻ്റെ ശരിക്കുള്ള ശിഷ്യ എന്ന് പറഞ്ഞിട്ട് ചേർത്ത് പിടിക്കുക. ഇതൊരു കഥയോ സംഭവമോ ഒന്നും അറിയില്ലേ നമുക്ക്. പക്ഷെ ഇതിൻ്റെ ത്രെഡ് ഇത്രയേ ഉള്ളൂ, നന്മ ചെയ്യണം, അത് സ്റ്റാറ്റിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കണം നമ്മളിങ്ങനെ ഒന്ന് ചോദിക്കേണ്ട ചോദ്യം എങ്ങനെയാണ്, എൻ്റെ പ്രവർത്തന മേഖലകളൊക്കെ നന്മയിലേക്ക് ഓറിയൻറ്റഡ് ആണോ അതോ തിന്മയിലേക്കാണോ? ഇന്നത്തെ നമ്മളുടെ കൾച്ചർ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഉത്തരാധുനികതയുടെ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നന്മയുടെ പ്രസരണമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കുറേ നന്മയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോഴും നമുക്കിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും അത്ര നന്മ നിറഞ്ഞ കാര്യങ്ങളല്ല. ഓരോ ദിവസത്തിൻ്റെയും പത്രങ്ങളും മറ്റ് ലൈവ് മീഡിയകളും ഒക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിന്മ ചെയ്ത മനുഷ്യരുടെ കഥകളല്ലേ. അവരുടെ കഥകളും അവരുടെ ഇങ്ങനെ ലീലാവിലാസങ്ങൾ കൊണ്ട് മാധ്യമ ലോകമൊക്കെ ഇങ്ങനെ അത്രയും പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കുള്ള ദൗത്യം എന്ന് പറയുന്നത് നമ്മൾ എന്ന് പറയുന്ന ഒരു മനുഷ്യനിൽ നിന്ന് നന്മ പ്രൊഡ്യൂസ് ചെയ്യണം. നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുന്ന ഒരു ജീവിതശൈലി തുടങ്ങാനായിട്ട് നമുക്ക് പറ്റണം. നന്മ ചെയ്താൽ എന്തൊക്കെ സംഭവിക്കുക അല്ലെങ്കിൽ എന്തൊക്കെ മെച്ചം കിട്ടുക എന്നുള്ളത് വെറുതെ ഒന്ന് ഓർത്താൽ നല്ലതാണ്. ഒരാൾ നന്മ ചെയ്യുമ്പോൾ അയാൾക്ക് സംഭവിക്കുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംതൃപ്തി അവൻ അനുഭവിക്കുന്നുള്ളതാണ്. ഒരു തിന്മ ചെയ്യുന്നതിനേക്കാൾ 1000 മടങ്ങ് സംതൃപ്തി ഒരു മനുഷ്യൻ അനുഭവിക്കുന്നത് നിശ്ചയമായിട്ടും അവനൊരു നന്മ ചെയ്യുമ്പോൾ തന്നെയാണ്. അത് സൈക്കോളജിസ്റ്റുകളും നരവർഗ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ സമ്മതിക്കുന്ന കാര്യമാണ്. ഒരു നന്മ ചെയ്യുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ്റെ പകുതി സാറ്റിസ്ഫാക്ഷൻ ഒരു തിന്മ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ടല്ലേ ഒരു തിന്മ ചെയ്ത മനുഷ്യനിങ്ങനെ വല്ലാതെ ഇങ്ങനെ ഈ കൂനിപ്പോകുന്നത്. തടവറയിലേക്കൊക്കെ ഒന്ന് പോകുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം എന്താ, അവരിങ്ങനെ നെഞ്ചും വിരിച്ച് നിൽക്കുന്നതല്ല കാണുന്നത്. ഭൂരിഭാഗം പേരും ഇങ്ങനെ ചെയ്ത ആ തിന്മയുടെ മേൽ കിടന്ന് അസംതൃപ്തമായിട്ട് കഴിയണ മനുഷ്യരാണ്. അവർക്കിങ്ങനെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ല, നോക്കാനുള്ള ബലമില്ല. കാരണം തിന്മയുടെ അസംതൃപ്തി അവരെ കീഴടക്കി കളയാം.
അപ്പോൾ ഒന്ന് വെറുതെ ഓർക്കേണ്ടത്, എൻ്റെ ഉള്ളിൽ സംതൃപ്തി വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എനിക്ക് ചെയ്യാനുള്ള ഒരു ചെറിയ ഹോംവർക്ക് എന്ന് പറയുന്നത് കുറച്ച് നന്മ ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സിസ്റ്ററുടെ ഒരു കുറിപ്പ് വായിച്ചത് ഓർക്കുക. എനിക്ക് തോന്നുന്നത് ആ സിസ്റ്റർ ഇങ്ങനെ എറണാകുളം ഭാഗത്തുള്ള ഒരു ഭിക്ഷാടകനെ പരിചയപ്പെടുക സിസ്റ്റർ. ആ സിസ്റ്റർ ഭിക്ഷാടനെ പരിചയപ്പെട്ട് കഴിഞ്ഞ് പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പേര് പറഞ്ഞു, ഷാജി എന്ന് പേര് പറയാം. അത് എറണാകുളം ഭാഗത്ത് തിരുവോരത്ത് ഇങ്ങനെ ഭിക്ഷാടനം നടത്തുന്ന ആളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ സിസ്റ്റർ ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ പറയായിരുന്നു, ആ മനുഷ്യൻ്റെ ഉള്ളിൽ സംതൃപ്തി എന്ന് പറയുന്നത് പറഞ്ഞാൽ തീർക്കാൻ പറ്റില്ല. ഭിക്ഷയ്ക്കിരിക്കുന്ന ഇയാൾക്ക് എങ്ങനെ ഇത്രയും സംതൃപ്തി എന്ന് ചോദിച്ചു കഴിയുമ്പോഴാണ് അതിൻ്റെ ആ രഹസ്യം ഈ സിസ്റ്റർ മനസ്സിലാക്കിയെടുക്കുന്നത്. ഇദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ ഇദ്ദേഹം പറയാ, എങ്ങനെയൊക്കെ എത്തിയേ, ഇവിടേക്ക് എത്തിയേ ചോദിക്കുമ്പോൾ ഞാൻ സന്തുഷ്ടനാണെന്ന് മാത്രം പറഞ്ഞിട്ട് ആദ്യം ഷാജി എന്ന് പറയുന്ന ആ മനുഷ്യനിങ്ങനെ മിണ്ടാതിരിക്കുക. പിന്നെ കുറച്ചും കൂടി ചോദിക്കുമ്പോഴാണ് ഈ സിസ്റ്ററുടെ ഒരു സംസാരത്തിൻ്റെയും ആ ഹൃദ്യമായിട്ടുള്ള പെരുമാറ്റമൊക്കെ കണ്ട് ഈ പറയുന്ന ഷാജി എന്ന് പറയുന്ന ഭിക്ഷാടകനായ ഈ മനുഷ്യൻ ഇങ്ങനെ പറയുകയാണ്, ഇദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുക. ഇദ്ദേഹത്തിൻ്റെ കഥ ഇത്രയേ ഉള്ളൂ. കുറച്ച് മുതിർന്നു കഴിഞ്ഞപ്പോൾ ജോലിക്കൊക്കെ പോണ സമയത്ത് അപ്പനും അമ്മയും മരിച്ചു പോവുക, വീട്ടിൽ വേറെ ആരുമില്ല. അപ്പോൾ ഇയാൾ എല്ലാ ദിവസവും തേപ്പ് പണിക്കും അങ്ങനെയുള്ള ചെറിയ പരിപാടികൾക്ക് പോയി വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കണ ഒരു ചെറുപ്പക്കാരൻ, ഷാജി എന്ന് പേരായിട്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ നല്ല മഴ പെയ്യണ സമയത്ത് ജോലിക്ക് പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇയാൾ കാണുന്നത് ഇങ്ങനെ ഒരു ഫാമിലിനെ കാണുക. 3-4 പിള്ളേരും അമ്മയും അപ്പനൊക്കെ ഇങ്ങനെ മഴ നനഞ്ഞിട്ട് ഇങ്ങനെ ഇവൻ്റെ വീട്ടിൽ വന്ന് ഇയാളുടെ മുമ്പിൽ ഒന്ന് കൈനീട്ട് എന്തെങ്കിലും തരണേന്ന് പറയാം. അതെങ്ങനെ എന്തെങ്കിലും തരണേന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുള്ള കുറച്ച് ചില്ലറ കൊടുക്കുന്നതിൻ്റെ ഒപ്പം അവരെടുത്ത് ചോദിച്ചു, അല്ല എന്തെങ്ങനെ എല്ലാവരും ഇങ്ങനെ മഴ നനഞ്ഞ് നിൽക്കണേ, എന്താ മഴ നനഞ്ഞ് നിൽക്കണേന്ന് പറയുമ്പോൾ ഈ മഴയുടെ ഒപ്പം തന്നെ ഇവർ ഈ വീട്ടിലുള്ള അല്ലെങ്കിൽ ഈ കുടുംബം മുഴുവൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദിച്ചു, വൈ യു ആർ ക്രൈങ് എന്ന് പറയുന്ന രീതിയിൽ എന്തിനാ ഇത്രയും സങ്കടപ്പെട്ട് കരയണമെന്ന് പറയുമ്പോൾ അവരിങ്ങനെ ഈ ഷാജി എന്ന് പറയുന്ന മോൻ്റെ കൈ ഇങ്ങനെ ഇയാളുടെ ചെറുപ്പക്കാരൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറയാം, ഞങ്ങൾക്ക് പോകാൻ വേറെ സ്ഥലമില്ല, ഞങ്ങൾക്ക് വീടില്ല നാടില്ല ഒന്നുമില്ലാത്ത അനാഥരാ ഞങ്ങളെന്ന് പറയാം. എൻ്റെ സ്നേഹമുള്ളവരെ പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ വിശ്വസിക്കില്ല എന്ന് പറയുന്ന രീതിയിൽ ഈ ഷാജി എന്ന് പറയണ ആ ചെറുപ്പക്കാരൻ ചെയ്യണ നന്മ എന്താണെന്നറിയോ? ഇവൻ 1 മിനിറ്റ് അവരോട് നിൽക്കാൻ പറയുക, എന്നിട്ട് പോയിട്ട് വീടും വാതിലൊക്കെ അടച്ചിട്ട് ഇവന് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഡ്രസ്സും മാത്രം എടുക്കുക. ആ ഡ്രസ്സ് മാത്രം എടുത്തിട്ട് ഇവൻ ചെയ്യണത് എന്താണെന്നറിയോ? ഈ വീട് ഇങ്ങനെ പൂട്ടിയിട്ട് എൻ്റെ താക്കോല് ഈ മനുഷ്യൻ്റെ കയ്യിൽ ഇങ്ങനെ കൊടുക്കുക. ഈ മനുഷ്യൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞ്, ഈ മക്കളെയും ഈ ഭാര്യേനെയും ഇനി ഈ വീട്ടിൽ നിർത്തിക്കോ, ഞാനിനി ഈ വീട്ടിലേക്ക് വരില്ല, ഇനി ഇന്നു മുതൽ ഇത് നിൻ്റെ വീടാ. അങ്ങനെ അന്ന് ഇറങ്ങിയതായി മനുഷ്യനെ. അങ്ങനെ ഇറങ്ങി ഇദ്ദേഹം ഇങ്ങനെ അവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കണു. ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ആ ജോലി സ്ഥലത്ത് നിന്ന് വീണ് ഇദ്ദേഹത്തിന് പാരലൈസ്ഡ് ആവണു. പിന്നെ ജോലിക്ക് പോകാൻ പറ്റണില്ല. അങ്ങനെ എറണാകുളം ഭാഗത്തൊരു സ്ഥലത്ത് ഇങ്ങനെ ഭിക്ഷാടനത്തിലിരിക്കുകയായി ഇദ്ദേഹം. പക്ഷെ ഇത്ര ഭിക്ഷാടനത്തിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സിസ്റ്റർ ചോദിച്ചേ, അല്ല തിരിച്ചു പോകാറുന്നില്ലേ ചോദിക്കുമ്പോൾ ഈ ഷാജി എന്ന് പറയണ ഭിക്ഷക്കാരൻ പറയാ, പക്ഷെ ഞാനിപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ് സിസ്റ്ററെ, ഞാൻ സംതൃപ്തനാ. അപ്പോൾ ഈ സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, അല്ല അന്ന് അതിൻ്റെ ആധാരമൊക്കെ എന്താ ചെയ്തേ? ആധാരം ഞാൻ അതൊന്നും ചിന്തിച്ചില്ല. നന്മ ചെയ്യുമ്പോൾ പിന്നെ അതിന് ആധാരമൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ സിസ്റ്ററെ? അത്രയും പറഞ്ഞു കഴിഞ്ഞ് പോകുമ്പോൾ ഈ സിസ്റ്റർ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതാണ് ശരിക്കും ഇങ്ങനെ യേശുവോട് പ്രതിരൂപം പോലെയൊക്കെ ആയിട്ട് തോന്നുന്ന രീതിയിലേക്ക് മാറണമെന്ന് പറയണ ഒരവസ്ഥ. ഒരു സ്നേഹമുള്ളവരെ, ഇത് നന്മ എന്ന് പറയണ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മിഴികൾ നിറയണില്ലേ? നന്മ ചെയ്ത മനുഷ്യരെ ചില വാചകങ്ങൾ പോലും. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഈ ബസ്സിൽ ഇങ്ങനെ കുറേ വാചകങ്ങൾ എഴുതിയിടുമ്പോൾ അതിൽ കഴിഞ്ഞ ദിവസം ഇഷ്ടപ്പെട്ടൊരു വാചകം എങ്ങനെയാണ്? മിഴി നനഞ്ഞത് എന്തേ, ഞാൻ വരില്ല എന്ന് കരുതിയ ഒറ്റ വാചകമുള്ളൂ. വെറുതെ ഏതോ ഒരു കുസൃതി പോലെ എഴുതിയിട്ടുള്ള വാചക. അത് ഈ ബസ് ഈ കാത്തു നിൽക്കുന്ന ആൾക്കാരോട് പറയണ പോലത്തെ ഒരു നന്മ പറഞ്ഞുകൊണ്ടിരിക്കുക. നീ എന്തിനാ കരയണേ? ബസ്സാണ് കാണുന്നത്. ബസ്സിന് പോലും അപ്പോൾ നമുക്കിങ്ങനെ കണ്ണും കാതും അല്ലെങ്കിൽ ഈ പറയണ സെൻസേഷൻസ് ഒക്കെ ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുക. ഒരു നന്മ അവിടെ എഴുതിയിട്ടേക്കണത്, വെറുതെ ആരോ ഒരു കുറിച്ചിട്ടേക്കണതാ. മിഴി നനഞ്ഞത് എന്തേ, ഞാൻ വരില്ലെന്ന് കരുതിയ, നേരം വൈകുന്നു വിദ്യ, ഞാൻ വന്നില്ലേ എന്ന് പറയണ ഒരു വാചക. അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ എന്താ ചെയ്യുക, നമ്മൾ ഈ ഒരു നന്മയുടെ പ്രസരണങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകണതായിട്ട് കാണാം. ഇതൊരു സംതൃപ്തമായ ജീവിതം നയിക്കാൻ ആഗ്രഹമുള്ളവർ ചൂസ് ചെയ്യേണ്ട മേഖല എന്ന് പറയുന്നത് അത് നന്മയുടെ വഴികളാണ്. ഈ ദിവസങ്ങളിൽ തിന്മയുടെ വഴികൾ ഇങ്ങനെ ബ്രോഡ്ബാൻഡ് പോലെ നിൽക്കല്ലേ, ഇങ്ങനെ വിശാലമായിട്ടില്ലേ? കർത്താവ് പറയാ, പക്ഷെ നന്മയുടെ വഴികൾ ഇടുങ്ങിയതാ. ഇറ്റ് ഈസ് ടു നാരോ, ഇറ്റ്സ് വെരി നാരോ. നേരോ വളരെ ഇടുങ്ങിയതാ. പക്ഷെ ഈ നന്മയുടെ ഈ നേരോ വഴിയിലൂടെ നീ പ്രവേശിച്ച് കഴിയുമ്പോഴാണ് സ്വർഗത്തിൻ്റെ മഹത്വം നിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി കിട്ടുക. അപ്പോൾ ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക് ഒരു ചെറിയൊരു ഗ്ലിംസ് കടക്കാൻ പറ്റുന്നുണ്ടോ? കുറച്ച് നന്മ ചെയ്യാനുള്ള
വെറുതെ ആലോചിച്ച് നോക്കി, ഒന്നും മിഴിപൂട്ടി ആലോചിച്ച് നോക്കി, ഞാൻ ഇന്നലെ ചെയ്തൊരു നന്മ പ്രവൃത്തി എന്താണെന്ന് ആലോചിച്ച് നോക്കി. ഇന്നലെ രാവിലെ ഉണർന്ന സമയം തൊട്ട് രാത്രി നീ നിൻ്റെ ബെഡിൽ പോയ സമയം വരെ ഒന്ന് ജസ്റ്റ് ഇമാജിൻ, അതിലെത്ര നന്മ പ്രവൃത്തി ഉണ്ടായിരുന്നു. നീ ജീവിച്ചു, ദാറ്റ് ഇസ് ട്രൂ. ഭക്ഷണം കഴിച്ചു, ദാറ്റ് ഇസ് ട്രൂ. സംസാരിച്ചു, ഒക്കെ സത്യം. അതിലെത്ര നന്മയുടെ കിരണങ്ങൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ കൊടുക്കണ എന്തെങ്കിലും ഒരു കാര്യം നിൻ്റെ വഴി ഉണ്ടായിരുന്നോ? നിൻ്റെ വാക്ക് കേട്ട് ആർക്കെങ്കിലും ഒരാൾക്കൊരു ആശ്വാസം കിട്ടിയോ? ആരെങ്കിലുമൊക്കെ നിൻ്റെ സാന്നിധ്യം കൊതിച്ചോ? അല്ലെങ്കിൽ നീ വഴിയായിട്ട് ഇന്നൊരു കാര്യം കിട്ടി എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ സ്നേഹമുള്ളവർ, ഇന്നത്തെ ദിവസം വെരി ബാഡ് ഡേ. ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ഡേ ഫോർ യു അക്കോർഡിംഗ് ടു ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ നാമം അനുസരിച്ച് ഇറ്റ്സ് നോട്ട് ഗുഡ് ഡേ. അപ്പം നല്ല ദിവസമാവണമെങ്കിൽ വേണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി, അല്ലെങ്കിൽ ഒരു സംതൃപ്തമായിട്ടുള്ള ദിവസമായിട്ട് തീരണമെങ്കിൽ എനിക്കൊരു ചെറിയ നന്മ ചെയ്യാൻ പറ്റണം. ഒരു ചേട്ടനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് തോമസ് എന്നാണ്. ചേട്ടൻ എന്ന് പറയാൻ പറ്റില്ല, വാർദ്ധക്യത്തിൻ്റെ ഒരവസ്ഥയ്ക്ക് 65-70 വയസ്സൊക്കെ. അപ്പോൾ ഈ അപ്പച്ചനോട് എനിക്കുള്ള ഈ പറയുന്ന എന്നും ഞാനിങ്ങനെ വിശുദ്ധ കുർബാനയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു അപ്പച്ചൻ ഈ തോമസ് ചേട്ടനാണ്. അല്ലെങ്കിൽ തോമസ് എന്ന് പറഞ്ഞാൽ ഒരു അപ്പൂപ്പനാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്ന് പറഞ്ഞാൽ 65-70 വയസ്സ് ഞാൻ ഇപ്പോഴും വയസ്സ് വെച്ചിട്ടില്ല, നിരച്ച് അത്ര ഇതുള്ളതാണ്. എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരിക. കുർബാന കഴിഞ്ഞ് ഉടനെ തന്നെ ഈ മനുഷ്യനിങ്ങനെ വിശദീകരണത്തിൻ്റെ ബലിപീഠം കഴിയുമ്പോഴേക്കും ഓടിപ്പോണ കാണാം. അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ കുർബാന തീരുമ്പോഴേക്കും എങ്ങടെ ഈ അപ്പാപ്പൻ ഇത്രയും തിരക്ക് പിടിച്ച് പോകണമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഒരു ദിവസം ഇങ്ങനെ അപ്പാപ്പൻ്റെ അടുത്തൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിന് ഇത്ര തിരക്ക് പിടിക്കണേ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒഴിഞ്ഞു മറിയൊന്നുമില്ല മോനെ, അപ്പച്ചന് കുറച്ച് കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ പോവാം. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ വെറുതെ ഒന്ന് ക്ലോസ് എക്സാമിൻ ചെയ്ത് ഈ അപ്പച്ചൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴാണ് ഈ അപ്പച്ചൻ പറഞ്ഞു തരുന്നത്, ഇപ്പോഴും ലോട്ടറി വിൽക്കാൻ പോകുന്നുണ്ട്. ലോട്ടറി വിൽക്കണത് ഇത്രയും പ്രായത്തിൽ എന്തിനാ പച്ചാ? വീട്ടിൽ മക്കളും നല്ല അവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്രയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇനിയൊക്കെ മക്കൾ ചെയ്യട്ടെ. അപ്പച്ചൻ വീട്ടിൽ വെറുതെ ഇരിക്കുക. നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഈ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ കൊണ്ടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിനൊക്കെ നോക്കിയിട്ട് ഈ അപ്പച്ചൻ ഇങ്ങനെ ചിരിച്ചു തള്ളുക. ചെയ്യാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ പറയാം, പക്ഷെ ഒരു കാര്യം ഉണ്ട് അച്ഛാ, ഞാൻ ഈ ലോട്ടറി വിറ്റില്ലെങ്കിലേ കുറേ മക്കൾ ഭക്ഷണം കഴിക്കില്ല. എന്താ അങ്ങനെ പറയണേ? ഭക്ഷണം കഴിക്കില്ല. അതെന്താ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ മനുഷ്യനിങ്ങനെ കണ്ണ് നിറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയണത്, അതേ ഈ ലോട്ടറി വിൽക്കണ പൈസ ഒന്നും എനിക്ക് വേണ്ടിയിട്ടല്ല അച്ഛാ, ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കാറില്ല. രാവിലെ ഞാൻ കഴിക്കാണ്ടിരിക്കണ എൻ്റെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ചെറിയ തുകയും ഈ ലോട്ടറി വിറ്റ് കിട്ടുന്ന തുകയും കൊണ്ട് ഇത്രയും പേരെ ഞാൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിവസം ഇത്രയും പേർക്ക് ഞാനിങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന നന്മ ചെയ്യുന്നുണ്ട് അച്ഛാ. നാളെ ഞാൻ കെടുപ്പിലാവുമെന്ന് എനിക്കറിയില്ല. കെടുപ്പിലായ പിന്നെ അവരെങ്ങനെ നോക്കുന്നുള്ളതും ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഉള്ള ഈ ദിവസം ഞാൻ നന്മ ചെയ്യുന്നുണ്ട്. ഈ മനുഷ്യൻ്റെ മുമ്പിൽ സ്നേഹമുള്ളവരെ സത്യം പറഞ്ഞിങ്ങനെ ഈ അപ്പൂപ്പൻ്റെ മുമ്പിൽ ഇങ്ങനെ നമ്മളിങ്ങനെ വല്ലാതെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കാൽക്കൽ വീഴുക. അപ്പോൾ അനുഗ്രഹിച്ച് നന്മ ചെയ്യാനൊരു ത്വര കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോഴൊക്കെ ഇങ്ങനെ അച്ഛനൊക്കെ ഉള്ള നിലയിലൊക്കെ ഉള്ളൊരു സങ്കടം എന്നുള്ളത് ഇങ്ങനെ നന്മ ചെയ്യാണ്ടൊക്കെ പലപ്പോഴും കിട്ടുന്ന ചാൻസ് നഷ്ടപ്പെടുത്തി കളയണമെന്നൊക്കെ ഉള്ളതല്ലേ. എത്ര ചാൻസ് ഉണ്ട് ഒരു അച്ഛന് നന്മ ചെയ്യാൻ, പക്ഷെ പലപ്പോഴും ഇങ്ങനെ അതുകൊണ്ട് തന്നെ നാട്ടുകാരൊക്കെ നമ്മളെ കളിയാക്കിയിട്ട് അച്ഛന്മാരൊക്കെ പറയുന്നില്ലേ, ഇങ്ങനെ ഒരു കാര്യമില്ല പറയണം. അച്ഛൻ ഏത് പള്ളിയിൽ ഇരിക്കണേ ചോദിക്കുമ്പോൾ നാട്ടുകാർക്ക് അറിയാം, അല്ലെങ്കിൽ അതൊരു തരം പരിഹാസമാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതായത് അച്ഛൻ ഇങ്ങനെ നന്നായിട്ട് നന്മ ചെയ്ത് നടക്കണ ആളൊന്നുമല്ല. അച്ഛൻ ഇരിക്കുക, ഒന്നും ചെയ്യുന്നില്ല, ടി വിയുടെ മുമ്പിൽ, നെറ്റിൻ്റെ മുമ്പിൽ, വാട്സപ്പിൻ്റെ മുമ്പിൽ, മാധ്യമങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കണ ഒരു അച്ഛനെയൊന്നും ജനങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് അവർ നമ്മളോട് ഇങ്ങനെ വ്യംഗ്യാർത്ഥത്തിൽ പറയാം, അച്ഛൻ ഏത് പള്ളിയിൽ നിൽക്കണേ, ഏത് പള്ളിയിൽ ജോലി ചെയ്യണമെന്ന് പോലും അവർ ചോദിക്കുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ ഞാനിങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ചൂളിപ്പോയിട്ട് മനസ്സിൽ വിചാരിക്കാറുണ്ട്, എൻ്റെ ദൈവമേ ഇവരൊക്കെ എന്നാ എന്നെക്കുറിച്ച് പറയാം നന്മ ചെയ്യുന്ന ഒരച്ഛനാണെന്നൊക്കെ. മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ടൂമ്പിൻ്റെ മുകളിലൊക്കെ എന്താ എഴുതിയിടാൻ പോകണമെന്നൊക്കെ ഒന്ന് ഓർത്താൽ നല്ലതാ. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കബറടത്തിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും എഴുതുമോ? ഒരു നല്ല മരണം നമുക്ക് കിട്ടുമോ? ഇസ് ദർ എനി ഹോപ്പ് ബിഹൈൻഡ് അവർ ലൈഫ് സിറ്റുവേഷൻസ്? നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്കൊരു നല്ലൊരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുവയ്ക്കുമോ? പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നൊരു സ്ഥലമല്ലേ തെമ്മാടിക്കുഴി. ഇപ്പം അതില്ല. പക്ഷെ ചിലപ്പോഴെങ്കിലും ഒക്കെ ഓർക്കണം, നന്മ ചെയ്യാത്തവർ നിശ്ചയമായിട്ടും പോയി കിടക്കാൻ പോകുന്ന സ്ഥലം എന്നുള്ളത് തെമ്മാടിക്കുഴിയിലാണ്. തെമ്മാടിക്കുഴി ഇന്ന് സഭയിലൊന്നും ഇല്ല, എല്ലാവർക്കും ഒരേപോലത്തെ ഒക്കെയാണ്. പക്ഷെ ഇങ്ങനെ ഓർക്കണം, ഞാനൊക്കെ ഇങ്ങനെ ഓരോ ദിവസം രാത്രി ഇങ്ങനെ മിഴിപൂട്ടുമ്പോൾ ഇങ്ങനെ ആകാശങ്ങളിലേക്ക് നോക്കിയിട്ട് ചിന്തിക്കാറുണ്ട്, ഇന്ന് ഈ രാത്രി ജീവിതം തീർന്നു കഴിഞ്ഞാൽ എവിടെയാണ് നടക്കാൻ പോകണേ? തെമ്മാടിക്കുഴിയിലാണ് കൊണ്ടുവയ്ക്കാൻ പോണേ? അതോ ഇപ്പോൾ ഏതെങ്കിലും പൊട്ടക്കിണറിൽ എന്നെ വലിച്ചു കളയാവോ ചെയ്യുക? അതോ എനിക്ക് വേണ്ടി ഒരു ടോംബ് ആരെങ്കിലും ഉണ്ടാക്കുമോ? എനിക്ക് വേണ്ടി ആരെങ്കിലും ഒരു ടോംബ് ഉണ്ടാക്കണമെങ്കിൽ, ഒരു കുടീരം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഇപ്പം നന്മ ചെയ്യണം.
അങ്ങനെയാണെങ്കിൽ എൻ്റെ അതിൻ്റെ അവിടെ കല്ലറയമ എഴുതി വയ്ക്കും ഇങ്ങനെ, നന്മ ചെയ്ത് കടന്നുപോയ അച്ഛൻ എന്നുള്ളത്. വെറുതെ ഒന്ന് ഓർക്കാം നമുക്ക്. മരിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ചൊക്കെ എന്താ നമ്മുടെ മക്കളെ എഴുതി വയ്ക്കാൻ പോണേ, നമ്മുടെ ജീവിത പങ്കാളിയൊക്കെ എഴുതി വയ്ക്കാൻ പോണേ. നന്മ ചെയ്യാന്നുള്ളത്, നന്മ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തിയോടുകൂടെ നമുക്ക് ജീവിതം തുടങ്ങാൻ പറ്റണം. ഈശോയുടെ ജീവിതത്തിൻ്റെ ഒരു യുണീക്നെസ് എന്ന് പറയുന്നത് അവനിങ്ങനെ നന്മ ചെയ്തപ്പോൾ കിട്ടിയ ഒരു സംതൃപ്തിയാണ്. നന്മ ചെയ്താൽ കിട്ടുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പ്രകൃതിയുടെ വല്ലാത്തൊരു സംരക്ഷണം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. പ്രകൃതി എപ്പോഴും ഒരു നന്മയിലേക്ക് നമ്മളെ വിരൽ ചൂണ്ടുന്നുണ്ട്. ഏത് കാര്യമാവട്ടെ, ഈ ഒരു പ്രകൃതി ഇറ്റ്സെൽഫ് എന്ന് പറയുന്ന സാധനം അതൊരു വളരെ നല്ലതാണ്. അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ നല്ല വായു ശ്വസിക്കണത്, അല്ലെങ്കിൽ ഈ ഒരു പ്രകൃതി നമുക്ക് ഇത്രയും നല്ല പഴങ്ങൾ തരണത്, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രകൃതിയുടെ ഉള്ളിൽ തന്നെ ഒരു നന്മയുണ്ട്. അപ്പം നീ ഒരു നന്മ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രകൃതി നിനക്ക് കൂട്ടുവരും. അതിന് എത്ര ഉദാഹരണം ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ലേ? ബൈബിളിൽ നിന്ന് തന്നെ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഈശോയോട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ അത്ഭുതങ്ങൾ പ്രകൃതിയുടെ സഹായം കൊണ്ട് ചെയ്ത അത്ഭുതങ്ങളാണ്. വൺ എക്സാമ്പിൾ നമുക്ക് അങ്ങനെ ഒരു അത്ഭുതം എടുക്കാൻ പറ്റുന്നത് അന്ധനായ മനുഷ്യനെ സുഖപ്പെടുത്തുന്നതാണ്. ഈശോ ചെയ്യണത് എന്താ? ഈശോയ്ക്ക് വേണമെങ്കിൽ കൈതൊട്ട് സുഖപ്പെടുത്തായിരുന്നില്ലേ? കൈതൊട്ട് സുഖപ്പെടുത്താന്ന് അല്ലെങ്കിൽ നിനക്ക് കാഴ്ച ഉണ്ടാവട്ടെ എന്ന് പെട്ടെന്ന് വേണമെങ്കിൽ ഈശോയ്ക്ക് പറയായിരുന്നു. പക്ഷേ ഈശോ എന്ത് ചെയ്യുക? ഈ പ്രകൃതിയുടെ സംരക്ഷണത്തെ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യുക. ചെയ്യുന്നത് എന്താ? ഇവിടെ പോയി പറയണു, തുപ്പലുണ്ടാക്കണു, അത് ചെളിയിലാക്കണു, ചെളിയിൽ അതാക്കിയെടുത്ത് അവൻ്റെ കണ്ണിൽ പൂശണു, പറഞ്ഞിട്ട് പറയണു സീലാഹോ കുളത്തിൽ പോയിട്ട് കഴുകുക. എന്തിനാ ഇത്രയും ഒരു പ്രോസസ്സ് എടുക്കുന്നത്? ഈശോയ്ക്ക് അറിയാം പ്രകൃതി ഇവനെ ഹീൽ ചെയ്യും. പ്രകൃതിക്കൊരു നന്മ ചെയ്യാനുള്ള മനസ്സുള്ളവരുടെ കൂടെ പ്രകൃതി വരുന്നുള്ളതിൻ്റെ തെളിവായിട്ട് നിൽക്കുക. അങ്ങനെ ഇവനിങ്ങനെ നന്മ ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ പ്രകൃതി വന്നതിൻ്റെ തെളിവാണ് ആ വെള്ളം കൊണ്ട് കഴുകുമ്പോൾ, സീലോഹോ കുളത്തിൽ വെച്ചിട്ട് കഴുകി കഴിയുമ്പോൾ അവന് സൗഖ്യം കിട്ടുന്നത്. ഇനിയൊരു ഉദാഹരണത്തിന് നമുക്ക് എടുക്കാനുള്ളത് ആ പറയുന്ന ഫ്രാൻസിസ് അസീസിയുടെ ലൈഫാണ്. ഫ്രാൻസിസ് അസീസിയുടെ ലൈഫിൽ നമ്മൾ എത്ര സന്ദർഭങ്ങളാണ് കാണുന്നത്? പ്രകൃതി നന്മ ചെയ്ത ഇദ്ദേഹത്തെ എന്താ പറയുക സംരക്ഷിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ആ കസിൻസാക്കിസിൻ്റെ പുസ്തകത്തിലൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു നല്ല കാര്യം, അതൊരു ഇമാജിനറി വർക്കാവാൻ സാധ്യതയില്ല. കസിൻസാക്കിസ് പറയായിരുന്നു ഇവനിങ്ങനെ നല്ല പ്രകൃതിയോട് ചേർന്ന് ജീവിച്ചു കഴിഞ്ഞപ്പോൾ പ്രകൃതി ഇവനെ സംരക്ഷിച്ചു. സംരക്ഷിക്കുന്നത് എങ്ങനെയാ? അതായത് ഒരു സമയത്ത് പറയാണ് നല്ല പൂക്കൾ വന്ന് നിറയട്ടെ എന്ന് പറയുമ്പോൾ ഇത് നോക്കുമ്പോൾ ഇങ്ങനെയാണ്. നല്ല വേനൽക്കാലത്ത് ഫ്രാൻസിസ് അസീസി കാണുന്നത് ഇങ്ങനെയാണ്. ഇവരുടെ സൗഹൃദത്തിൻ്റെ തെളിവായിട്ട്, ക്ലാരിയും ഫ്രാൻസിസിൻ്റെയും സൗഹൃദത്തെ പ്രകൃതി ഇഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മുഴുവൻ ഇങ്ങനെ വെള്ളപ്പൂക്കൾ. ഇത് ചരിത്രത്തിനാണെങ്കിൽ ഇനി നമുക്കൊരു വെറുതെ ഒരു മിത്തോ അല്ലെങ്കിൽ ഒരു കഥയൊക്കെ ഇത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ആ ശാകുന്തളത്തിൻ്റെ സംഭവം നോക്കി നോക്കിയേ. ശകുന്തളം എഴുതിയ മനുഷ്യൻ പോലും പറയാണ് നന്മ ചെയ്യുമ്പോൾ പ്രകൃതി കൂടെ വരും എന്ന് പറയുന്നത് തെളിവായിട്ട് പറയാണ്. ശകുന്തളയുടെ ആ സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് പോകുമ്പോൾ ഈ പ്രകൃതി ഇവളെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു നന്മ ചെയ്യുമ്പോൾ പ്രകൃതി നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ സുവിശേഷം. മൂന്നാമത്തെ കാര്യം നിശ്ചയമായിട്ടും നന്മ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകം ഒരു വെന്നിൽ നിറയും. നമുക്കിനി ഇത്ര വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല. നന്മ ചെയ്യുന്ന ആരുടെ കൂടെയാണ് ദൈവമില്ലാത്തത്? നന്മ ചെയ്യുന്ന ഓരോ സന്ദർഭങ്ങളിലും പൗലോസിൻ്റെ കൂടെ ഈശോ ഉണ്ടായിരുന്നു. നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന പത്രോസ്ലീഹയുടെ കൂടെ ഈശോ ഉണ്ടായിരുന്നു. നന്മ ചെയ്ത് കടന്നു പോകുന്ന ഓരോ വിശുദ്ധരുടെ കൂടെയും ഈശോ ഉണ്ടായിരുന്നു. നന്മ ചെയ്ത് കടന്നു പോകുമ്പോൾ ഈശോ നമ്മളെ ചേർത്ത് പിടിക്കും എന്ന് ചിന്തിച്ച് തുടങ്ങാം. ഈ തിരുവചന ഭാഗം നമുക്കിങ്ങനെ പതുക്കെ അവസാനിപ്പിക്കാം. ഇന്ന് ഒരു നന്മ നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. ഒരു ദിവസം രാത്രി മെഴുകൂട്ടുമ്പോൾ കുറിച്ച് പറയാൻ പറ്റണം ഇന്ന് ഈ നന്മ ചെയ്തു. അങ്ങനെ ഒരു 31 ദിവസം വെറുതെ ഒരു ഡയറിയിൽ എഴുതി വെച്ച് വെറുതെ ഒന്ന് ഇന്നോട്ട് ഒരു ചെറിയൊരു ടെസ്റ്റ് പോലെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഒരു ചെറിയ ടെസ്റ്റ് പോലെ ഇങ്ങനെയൊന്ന് ചെയ്യാം. ഇന്ന് രാത്രി ഞാൻ എഴുതി വയ്ക്കും ഇന്ന് ചെയ്ത നന്മ ഇതാ. 31 ദിവസം നീ കർത്താവിനെ സമർപ്പിക്കാനായിട്ട് ഈ നന്മ കൊണ്ടുപോയി സമർപ്പിക്കുകയും ദേവാലയത്തിൽ കൊണ്ടുപോയിട്ട് കുറേ പൈസ ഇടുന്നതിൻ്റെ ഒപ്പം ആ പൈസ ഇട്ടില്ലെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ കർത്താവിന് പ്രീതികരമാവുക ഇത്രയും നന്മ ചെയ്ത കാര്യം കർത്താവിനെ അറിയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പറയാനായിട്ട് ദൈവം നമ്മൾ അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി. കർത്താവായ ഈശോയെ, ഈ തിരുവചനത്തിലൂടെ നന്മ ചെയ്ത് കടന്നു പോകുന്ന നിന്നെ ഞങ്ങൾ ധ്യാനിക്കായിരുന്നു. നന്മ ചെയ്യാൻ തടസ്സമായിട്ട് ഞങ്ങൾ ഏതെങ്കിലും തിന്മകളുണ്ടെങ്കിൽ ആ സ്വാധീനങ്ങളെല്ലാം മാറ്റി നന്മയുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണോ. പരിശുദ്ധ മറിയമേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.